നമ്മളെ ടൂ വീലേഴ്സിന് അങ്ങനെ ഒരു സങ്കടകരമായൊരു വാർത്തയുണ്ട്. സ്കൂട്ടർ ബൈക്കുകാർക്ക് അതേപോലെ ഓട്ടോറിക്ഷക്കാർക്ക്. അപ്പോൾ നമ്മളിപ്പം പിന്നെ ഈ സ്കൂട്ടർ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം പിന്നെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതേനു. കാരണം കുറച്ച് ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാൻ എളുപ്പ വഴി എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ NH 66 ആറുവരി പാതയിലൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചാൽ ബൈപ്പാസ് ഹൈവേയിലൂടെ. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ സൈൻ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ നിരോധനമായിട്ട് ടൂ വീലേഴ്സ്, ത്രീ വീലേഴ്സ്, അതേപോലെ പെഡസ്ട്രിയൻസ്, നമ്മളെ കാൽനടക്കാർക്ക് വരെ പോകാൻ പറ്റാത്ത രീതിക്ക് ആ ഒരു നിയമം കൊണ്ടുവന്ന്. എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് ഹൈവേ ആക്കാനുള്ള പദ്ധതിയായിരിക്കും. കാരണം എക്സ്പ്രസ് ഹൈവേയിൽ നമ്മുടെ ടൂ വീലേഴ്സും ത്രീ വീലേഴ്സൊക്കെ അലൗഡ് അല്ല. അപ്പോൾ അതേപോലെയുള്ള രീതിക്കാക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടുവരുന്നത്. ഇനി മുതൽ സർവീസ് റോഡ് ചരണം. എത്ര ദൂര സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിൽ സർവീസ് റോഡ് കയറി പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അറിയാമല്ലോ നിങ്ങൾക്ക്. ബസ്സുകളൊക്കെ നിർത്തിയാൽ, ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർത്തിയാൽ നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് പോയാൽ അവർ വീണ്ടും ഈഗോ അടിച്ചിട്ട് പിന്നെ തിരിച്ച് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് നിർത്തും. നമുക്ക് ബുദ്ധിമുട്ടാവും. അതാണ് സർവീസ് റോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ദൂരയാത്ര പോകുന്ന ബൈക്കുകാർക്കൊക്കെ ഇപ്പം വളരെ വിഷമകരമായ വാർത്തയാണ്. കാരണം എന്ന് വെച്ചാൽ ദൂര സ്ഥലത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ബൈപ്പാസ് ഹൈവേ വഴി കയറി പോവാം. പക്ഷേ ഇത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ കൂടുന്നുണ്ടാകുന്നു. കാരണം കേരളത്തിന് പുറത്തുള്ള ഭാഗത്തൊക്കെ ഈ ബൈപ്പാസിലോട്ട് ഒരുപാട് ബൈക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ആ ഒരു സർവേയിലൊക്കെ ആയിരിക്കും പിന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടാവുക. എല്ലാവരും പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ബൈക്കൊക്കെ പിന്നെ ഓട്ടാനുള്ള അനുവാദം ഉണ്ടെന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നത് നമ്മളെപ്പോലത്തെവർക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം നമുക്ക് ദൂരെ യാത്ര പോകാനും പറ്റാത്ത അവസ്ഥ ഇനി വന്നു. ഇനി സർവീസ് റോഡ് വെച്ചിട്ട് പോകുമ്പോൾ നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സർവീസ് റോഡ് നല്ലതാണെന്ന് പ്രശ്നമില്ല. ഇപ്പോൾ സർവീസ് റോഡും കണക്കാണ്. സർവീസ് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ മഴ വന്നാലും മനസ്സിലാവും. എത്ര പിന്നെ താവും അത്രയും താവും. കാരണം എന്ന് വെച്ചാൽ അത്രയും വെള്ളം കയറി വെള്ളക്കെട്ടുകളിലൂടെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മളെ യാത്ര പോകുന്നത്.